ചരിത്രമായി നവകേരള സദസ്സ്. പാമ്പാടിയിൽ നടന്ന നവകേരള സദസ്സ് ചരിത്രമായി മാറി. മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും കാണാൻ പതിനായിരങ്ങളാണ് പാമ്പാടിയിലെത്തിയത്. കർഷകരും കർഷക തൊഴിലാളികളും സ്ത്രീകളും മന്ത്രിസഭയെ വരവേൽക്കാൻ പാമ്പാടിയിലെത്തി. മുഖ്യമന്ത്രിയുടെ സഹായം കിട്ടിയവരും വീടു കിട്ടിയവരും തങ്ങളുടെ ജീവിതത്തിന് താങ്ങായി മാറിയ മുഖ്യമന്ത്രിയെ കാണാൻ കുടുംബാംഗങ്ങളോടൊപ്പം നേരത്തെ തന്നെ പന്തലിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. നവകേരള സദസ്സ് ജില്ലയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ്. 4 ലക്ഷം രൂപ. ട്രൈബൽ മേഖലയിലാണെങ്കിൽ 6 ലക്ഷം രൂപ. അവിടെ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. 4 ലക്ഷം രൂപ സംസ്ഥാനം കൊടുക്കുമ്പോൾ 72,000 രൂപ കേന്ദ്രം കൊടുക്കും. പക്ഷെ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? 72,000 രൂപ കൊടുക്കുന്ന കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയുടെ പടവും അവരുടെ പ്രോജക്റ്റും വീടിന് മുന്നിൽ വെക്കണം. ആലോചിച്ച് നോക്കുക. എൻ്റെയും നിങ്ങളും ഞാനോ നിങ്ങളോ ലൈഫിലൂടെ ഒരു വീട് വെക്കുന്നു. ആ ജീവനാന്തകാലം ആ വീട്ടിലേക്ക് വരുന്നവർക്ക് ഈ പ്രോജക്റ്റിലൂടെ ലഭിച്ച വീടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഓരോ ഓർമ്മപ്പെടും, അവർ അടയാളമായിട്ട് അവിടെ ശേഷിക്കുകയാണ്. അപ്പം മലയാളിയുടെ ആത്മാഭിമാനത്തെ ആ 72,000 രൂപയ്ക്ക് വേണ്ടി വിൽക്കാൻ തയ്യാറല്ല എന്ന് കേരളം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ കേന്ദ്രം എന്താ ചെയ്തതെന്നറിയാമോ? പണം നൽകില്ല എന്ന് പറഞ്ഞു. ഈ കോട്ടയത്തുണ്ടല്ലോ മലയാള മനോരമ, രാഷ്ട്രീയമായി ഞങ്ങളുടെ നിലപാടില്ലായിട്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഒരു സർവേ നടത്തിയല്ലോ അവരുടെ ചാനൽ. ആ സർവേയിൽ കേരളത്തിലെ 70-75% ജനങ്ങൾ പിണറായിയുടെ ഭരണമാണ് ഏറ്റവും മികച്ചത് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാനസിക പ്രയാസം ഉണ്ടാവും. നിങ്ങളുടെ മാനസിക പ്രയാസം വ്യക്തിപരമായ ആക്ഷേപത്തിന്റെ അടിസ്ഥാനം 43,000 കോടി രൂപ കേരളം വായ്പെടും. 23-ൽ 22,000 കോടിയായിട്ട് കുറച്ചു. ഈ വായ്പയിൽ മാത്രം നമുക്ക് 21,000 കോടി രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കേന്ദ്രം സെസ്സുകളുടെ സർചാർജ് ഇനത്തിൽ 30% തുകയാണ് കേന്ദ്രം ഈടാക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 30% തുക കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ 1 രൂപയും സംസ്ഥാനത്തിന് കിട്ടുന്നില്ല. ഇപ്പൊ സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന 20% തുക കൂടി ഈ സംസ്ഥാനങ്ങളിൽ കേന്ദ്രം അടിച്ചുകൊണ്ട് പോകുന്നു. സെസ് വഴിയും അതുപോലെ സർചാർജുകൾ വഴിയും. ഇവിടെ ഇനി ചെലവിന്റെ കാര്യം എടുക്കുക. ഇപ്പൊ 100 രൂപ ചെലവായാൽ സാധാരണഗതിയിൽ 50 രൂപ കേന്ദ്രം, 50 രൂപ സംസ്ഥാനമാണ് ചെലവഴിക്കുക. ഇപ്പൊ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്, സംസ്ഥാന ആവിഷ്കൃത പദ്ധതി, നമ്മൾ ജോയിന്റ് വെഞ്ചേഴ്സ് ധാരാളമുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ പുതിയ നിലപാട് അനുസരിച്ച് പൊതുചെലവിന്റെ 37.6% മാത്രമേ കേന്ദ്രം നിർവഹിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഏതാണ്ട് 12% കേന്ദ്രം ഒഴിഞ്ഞു. സംസ്ഥാനം ഇപ്പോ 62.2% സംസ്ഥാനത്തിന്റെ ബാധ്യത. അതായത് നമ്മൾ 50%-ൽ നിന്ന് 12.2% പൊതുചെലവ് സംസ്ഥാനം വഹിക്കേണ്ടി വന്നു. ഇവിടെ GR അനിലും വീണ ജോർജും പറഞ്ഞ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതാണ്. അതായത് നെല്ലിന്റെ കാശ് കിട്ടുന്നില്ല, ആരോഗ്യ കേന്ദ്രത്തിൽ പൈസ കിട്ടുന്നില്ല, അല്ലെ മറ്റു പ്രവർത്തനങ്ങൾ കാശ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പൊതുവായി വരുന്ന ചെലവുകൾ, അല്ലെ പെൻഷൻ ആനുകൂല്യങ്ങൾ, അല്ലെ ഭവന നിർമ്മാണം, ഈ പൊതുവായി വരുന്ന ചെലവുകളിൽ 62.2% തുക സ്റ്റേറ്റ് വഹിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? ഇന്നലെ മാത്രം ഈ കേരളത്തിൽ റേഷൻ കടയിലൂടെ അരി വാങ്ങിയവരുടെ എണ്ണം 4,32,000 കുടുംബങ്ങളാണ്. ഇന്നലെ ഒറ്റ ദിവസം
ഇന്ന് രാവിലെ 9:30 മണിക്ക് കണക്ക് നോക്കുമ്പോൾ 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ കേരളത്തിലൊട്ടാകെ ഈ മാസം അരി വാങ്ങിക്കഴിഞ്ഞിരിക്കുക. 31% പേർ. ക്രിസ്മസിന് അരി കിട്ടില്ല. ആളുകളിൽ ഭീതി ഉണ്ടാക്കുക, ആളുകളിൽ അങ്കലാപ്പുണ്ടാക്കുക, ആളുകളെ സർക്കാരിനെതിരായി തിരിക്കുക. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. നവകേരള സൃഷ്ടിക്കായി പ്രയത്നിക്കുന്ന സമാരാധ്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മന്ത്രിമാർക്കും നിറഞ്ഞ മനസ്സോടെ സുസ്വാഗതം. നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. നാടിൻ്റെ ആഭ്യന്തര വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. പ്രതിശീർഷ വരുമാനം ഇന്ത്യയിൽ തന്നെ 5 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. അതിലൊന്ന് കേരളമാണ്. നിഷേധാത്മക നിലപാട് കാരണം നമ്മൾ പ്രതിസന്ധിയിലാവുന്നത്. അവിടെയാണ് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെന്റ് മോശമാണ് എന്ന് എഴുതാൻ തയ്യാറായാൽ ഞങ്ങൾ ഒപ്പിടാമെന്ന് പറയുന്നത്. അഭിവാദ്യങ്ങൾ 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 കേരള ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ കേരള ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് 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 സിന്ദാബാദ്